ഹായ്. അപ്പോൾ അടുത്തൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ 10 ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. ഇപ്രാവശ്യം നമുക്ക് ലോയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വെൽക്കം ടു മൈ ക്ലാസ്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ 141 ക്വസ്റ്റ്യൻ എത്തി. അതിൽ ഫസ്റ്റ് വണ്ണാണ് 141 ക്വസ്റ്റ്യൻ. The risk assessment, risk communication are part of. റിസ്ക് അസസ്മെന്റും റിസ്ക് കമ്മ്യൂണിക്കേഷനും എന്തിലുള്ള പാർട്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് പിന്നെ ആർക്കും അറിയാത്തതായിട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹസാർഡ് അനാലിസിസിൽ എന്തായാലും വരൂല. റിസ്ക് അനാലിസിസിൽ എന്തായാലും റിസ്ക് അസസ്മെന്റും റിസ്ക് കമ്മ്യൂണിക്കേഷനും വരുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ വരുന്ന നമ്മുടെ ഈ ഡെഫിനിഷൻ പാർട്ടിൽ വരുന്നുണ്ട് റിസ്ക് അസസ്മെന്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ, റിസ്ക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 റിസ്കുകൾ ഒന്നിച്ച് വരുന്നുണ്ട് ഡെഫിനിഷന്റെ പാർട്ടിൽ. ആ ഭാഗമാണിത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പണിഷ്മെന്റ് ഫോർ ക്യാരിങ് ഔട്ട് ബിസിനസ് വിത്തൗട്ട് ലൈസൻസ്. അതായത് ലൈസൻസ് ഇല്ലാതെ ബിസിനസ് നടത്തുന്നതിനുള്ള പണിഷ്മെന്റ് ആണ് ചോദ്യം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് പ്രത്യേകം പറയാനുള്ള കാരണം പറയാം. ആ ക്വസ്റ്റ്യനിൽ അന്ന് വന്ന ആ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ഇതിന്റെ ആൻസർ ഇതായിരുന്നു, 4A ആയിരുന്നു. അതായത് 5 lakh 6 month ഇംപ്രിസൺമെന്റും ആണ്. പക്ഷേ ഈ ഒരു നിയമത്തിൽ, FSSന്റെ നിയമത്തിൽ കുറച്ച് നിയമങ്ങൾ അമെൻമെന്റ് വരുത്തിയിട്ടുണ്ട്. അതിൽ അമെൻമെന്റ് വരുത്തിയ ഒരു ഭാഗമാണ് ഈ പണിഷ്മെന്റിന്റെ ഭാഗം. അതായത് സെക്ഷൻ 63 ഈ പണിഷ്മെന്റ് എന്നുള്ള വേർഡ് എന്ത് ചെയ്തു, പെനാൾട്ടി ആക്കി. പണിഷ്മെന്റ് എന്നുള്ള വേർഡ് പെനാൾട്ടി എന്നാക്കിയിട്ടുണ്ട് അമെൻമെന്റ് നടത്തിയിട്ട്. അതുപോലെ തന്നെ ഇതാണ്ടോ, ഇൻ ദ മാർജിനൽ ഹെഡിങ് ഫോർ ദ വേർഡ് പണിഷ്മെന്റ് ദ വേർഡ് പെനാൾട്ടി ഷാൾ ബി സബ്മിറ്റ്. അതായത് പണിഷ്മെന്റ് ഫോർ എന്തായിരുന്നു, കാരിങ് ഔട്ട് എ ബിസിനസ് വിതൗട്ട് ലൈസൻസ് പണിഷ്മെന്റ് എന്നുള്ളത് എന്താക്കി, പെനാൾട്ടി എന്നാക്കി. And for the birds, punishable with imprisonment for a term which may extend to 6 months and also with a fine which may extend to 5 lakh rupees. അതായത് 6 മാസവും 5 ലക്ഷം രൂപ പിഴയും എന്നുള്ളതിന് മാറ്റി the words liable to penalty which may extend to 10 lakh rupees. അപ്പൊ എന്താണ് ഇതില് എന്തില്ല, ഇംപ്രിസൺമെന്റ് ഒഴിവാക്കി അതിന് പകരം 10 ലക്ഷം രൂപ പെനാൽറ്റി മാത്രമാക്കി മാറ്റി. അഥവാ ഇനി നമുക്ക് വരുന്ന FSOന്റെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിച്ചാൽ അതായത് ലൈസൻസ് ഇല്ലാതെ ഒരു വ്യക്തി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ പെനാൾട്ടി ചോദിച്ചാൽ 10 ലക്ഷം രൂപയാണ് കേട്ടോ. ഇത് അമെൻമെന്റ് വരുത്തിയതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, 10 lakh rupees ആണ് പെനാൾട്ടി വരുന്നത്. പണിഷ്മെന്റ് എന്നുള്ള വേർഡ് പെനാൾട്ടി ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തിയാൽ 10 ലക്ഷം രൂപ പിഴ കേട്ടോ, തടവില്ല. ഇനി in FSSA, Food Safety and Standard Authority, who is responsible for inspection of food business, drawing samples and sending it to analyst അല്ലേ? ശരിയാണ്. താഴേക്കിടയിലെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിരിക്കും. ഓരോ സ്ഥലങ്ങളിൽ പോവുക, ഫുഡ് ബിസിനസ് ചെയ്യുന്ന ഹോട്ടലുകളിൽ പോവുക, അല്ലെ കമ്പനികളിൽ പോവുക, ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോയി ഇൻസ്പെക്ഷൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ്. നെക്സ്റ്റ് വൺ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി. ഒരു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റീന്റെ ഫംഗ്ഷൻ ആണ് ചോദിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റീന്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാപ്റ്റർ 2 അതായത് 17ാമത്തെ സെക്ഷനിൽ മൊത്തമായിട്ട് 16ാമത്തെ സെക്ഷനിൽ ഫുള്ളായിട്ട് എന്താ പറയുന്നത്, അതോറിറ്റീന്റെ ഫംഗ്ഷൻ കുറേ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് വായിക്കുക. അതിൽ 2-3 ഫംഗ്ഷൻസ് മാത്രമാണിത്. ടു ഫ്രെയിം റെഗുലേഷൻ ടു ലേ ഡൗൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി അല്ലേ. അപ്പൊ എന്താണ്, സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കണം, റെഗുലേഷൻസ് ഉണ്ടാക്കണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്ന ആരുടെ പരിപാടിയാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റീന്റെ പണിയാണ്. ടു ഗ്രാൻഡ് സേഫ്റ്റി ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ അല്ലേ. ശരിയാ, ലൈസൻസ് കൊടുക്കുന്നത് ആരാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയാണ്. അപ്പൊ എന്തൊക്കെയാണ്, റെഗുലേഷൻസ് ഉണ്ടാക്കണം, ലൈസൻസും സർട്ടിഫിക്കേഷനും കൊടുക്കണം. ടു പ്രൊമോട്ട് അവയർനെസ് അബൌട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആർട്സ് അല്ലെ. ഫുഡ് സേഫ്റ്റിനെയും സ്റ്റാൻഡേർഡ്സിനെ പറ്റിയൊക്കെ അവയർനെസ് കൊടുക്കുന്നതും ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. അപ്പൊ ഇതിൽ ആൻസർ വരികയാണ് ഓൾ ഓഫ് ദി അബവ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ PSC എക്സാം എഴുതുന്ന സമയത്ത് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് ശരിയാണെന്ന് ഉറപ്പായാൽ പിന്നെ 3ാമത്തെ ഓപ്ഷൻ നമ്മൾ വായിക്കുക പോലും ചെയ്യേണ്ട. കാരണം എന്താണ്, അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദി എബവ് ആയിരിക്കും. 4ാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദി എബവ് ആണെങ്കിൽ. അതല്ല, 4ാമത്തെ ഓപ്ഷൻ ബോത്ത് A and B അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയും വരും കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ഉണ്ടെങ്കിൽ 2 ഓപ്ഷൻ ശരിയായാൽ ഓൺ ദ സ്പോട്ട് എന്ത് ചെയ്യുക, ഓൾ ഓഫ് ദി എബവ്
ടിക്ക് ചെയ്യാം. Next question. According to Food Safety and Standard Act 2006, and material which is or could be employed for making the food unsafe or substandard or misbranded or containing extraneous matter is called. Definitions എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിന്റെ ആക്ട് പ്രകാരം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം and material which is or could be employed for making the food unsafe, substandard, misbranded or containing extraneous matter എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഈസ് അഡൾച്ചറന്റ് ആണ്. എന്താണ് ആൻസർ വരുന്നത്? അഡൾച്ചറന്റ് ആണ്. എന്താണ്? ഫുഡ് അൺസേഫ് ആക്കും, സബ്സ്റ്റാൻഡേർഡ് ആക്കും, മിസ്ബ്രാൻഡഡ് ആക്കും, അതുപോലെ തന്നെ എക്സ്ട്രേനൽ കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? അഡൾച്ചറന്റ് എന്ന് പറയുന്നത്. കണ്ടാമിനന്റ് എന്ന് പറയുന്നത് അതല്ല, അഡിറ്റീവ് എന്ന് പറയുന്നത് അതല്ല, ടോക്സിക്കന്റ് എന്ന് പറയുന്നത് എന്തല്ല, ഈ പറയുന്നതൊന്നും മൊത്തമായിട്ട് വരില്ല. ടോക്സിക്കന്റ് എന്ന് പറയുമ്പോൾ ഫുഡ് അൺസേഫ് ആയിരിക്കും, അങ്ങനെ വരുമ്പോൾ. അപ്പൊ അഡൾട്ടറന്റ് ഡെഫിനേഷൻ ആണ് ഇത്. ആൻഡ് മെറ്റീരിയൽ വിച്ച് ഈസ് ഓർ കുഡ് ബി എംപ്ലോയ്ഡ് ഫോർ മേക്കിംഗ് ഫുഡ് അൺസേഫ്, സബ്സ്റ്റാൻഡേർഡ്, മിസ്ബ്രാൻഡഡ് ഓർ കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ. Any next one. The seller shall be liable under Food Safety and Standard Act for any article of food which is, അതായത് സെല്ലർ വിൽക്കുന്നയാൾ അതാണ് പറയുന്നത്. അതായത് മാനുഫാക്ചറർ അല്ല പറയുന്നത്, വിൽക്കുന്നയാൾക്ക് ലയബിൾ ആയിരിക്കും എന്ത്? ഒരു ഫുഡ് എന്ത് സോൾഡ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് എക്സ്പയറി അല്ലെ. അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫുഡ് വിറ്റാൽ അയാൾ എന്തായിരിക്കും? സെല്ലറിൽ ലയബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഓക്കെ, അപ്പൊ അത് ശരിയാണ്. മിസ്ബ്രാൻഡഡ് ഫുഡ് വിറ്റാലും സെല്ലറ് ലയബിൾ ആയിരിക്കും. കാരണം വിൽക്കുന്നയാൾക്ക് അറിയാലോ ഏതാണ് ശരിയായ ബ്രാൻഡും കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിയാം. അപ്പൊ ഒരു ബ്രാൻഡ് മിസ്ബ്രാൻഡഡ് ഫുഡ് വിൽക്കുന്നതും അയാൾ അറിയില്ല എന്ന് പറഞ്ഞാലും അത് തെറ്റാണ്. ശരിക്കും അയാൾക്ക് അറിയേണ്ട കാര്യമാണ് അത്. അപ്പൊ മിസ്ബ്രാൻഡഡ് ഫുഡ് വിറ്റാലും ഡേറ്റ് ഓഫ് എക്സ്പയറി കഴിഞ്ഞിട്ടൊരു സാധനം വിറ്റ് കഴിഞ്ഞാലും എന്താണ്? സെല്ലർ അതിന്, വിൽക്കുന്നയാളും അതിന് ലയബിൾ ആണ്. മാനുഫാക്ചറർ മാത്രമല്ല, വിൽക്കുന്നയാളും ലയബിൾ ആണ്. Next one. How many members are present in Food Safety and Standard Authority apart from chairperson? അല്ലെ. അപ്പൊ ചെയർപേഴ്സൺ അല്ലാതെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചെയർപേഴ്സൺ അല്ലാതെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയിൽ 22 മെമ്പേഴ്സ് ആണുള്ളത്. അപ്പൊ ചെയർപേഴ്സൺ പ്ലസ് 22 മെമ്പേഴ്സ് എന്നാണ് പറയുന്നത് തന്നെ. അതില് ഒരു ചെറിയ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുഡ് അതോറിറ്റിയിൽ ഇപ്പോൾ ചെയർപേഴ്സൺ ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും? 22 മെമ്പേഴ്സ് ഉണ്ടാവും. ആദ്യം എന്താണ്? ഒരു സെലക്ഷൻ. ഫസ്റ്റ് നമ്മൾ ആ ഒരു ചാപ്റ്റർ 2 പറയുന്ന 4 മുതൽ 17 വരെയുള്ള സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്നതാണ് ഒരു ഫുഡ് അതോറിറ്റിയിൽ ആരൊക്കെയുണ്ട്, ഈ ഫുഡ് അതോറിറ്റിയിൽ ആരൊക്കെയുണ്ട്, അതിന് അണ്ടറിൽ ആരൊക്കെയുണ്ട്, അല്ലാത്ത എംപ്ലോയീസ് ആരൊക്കെ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ അതോറിറ്റിയിൽ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ആദ്യം സെലക്ഷൻ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യും. സെലക്ഷൻ കമ്മിറ്റീന്റെ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഫുഡ് അതോറിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഫുഡ് അതോറിറ്റിയിൽ ഒരു ചെയർപേഴ്സണും 22 മെമ്പേഴ്സ് ഉണ്ടാവും. ഇവര് കൂടാതെ ഒരു സിഇഒ ഉണ്ടാവും. അല്ലാതെ വേറെ എംപ്ലോയീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെയിൻ ആയിട്ട് സിഇഒ ഉണ്ടാവും. ഇതുപോലെ തന്നെ ഇതിന്റെ അണ്ടറിൽ ഒരു സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്, സയന്റിഫിക് കമ്മിറ്റി ഉണ്ട്, സയന്റിഫിക് പാനൽ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ. ഒരു സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നതും പിന്നെ അതുപോലെ പെനാൽറ്റി വരുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ്. പെനാൽറ്റിന്റെ ചാപ്റ്റർ നല്ലോണം ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രൊഹിബിഷൻ ഓർഡർ എന്ന് പറഞ്ഞ ഒരു 33ാമത്തെ സെക്ഷനിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാസിപ്പ് ഡിഫൈൻഡ് ആസ് കോഡെക്സ്. അപ്പൊ ഹാസിപ്പ് എന്താണ്? ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് അല്ലെ. ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ആണ്. ഇതിന്റെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട് ഒരു വട്ടം തോന്നുന്നു. എനിക്ക് എവിടെ എപ്പോഴാ ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ ഡിഫൈൻഡ് ആസ് കോഡെക്സ്. അപ്പൊ എന്താണ് ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ ഡെഫിനേഷൻ ആണ് ചോദിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ഐഡന്റിഫൈസ്, ഇവാലുവേറ്റ്സ് ആൻഡ് കൺട്രോൾ ഹസാർഡ്സ് ആണ് അല്ലെ. എന്താണ്? ഐഡന്റിഫൈ ചെയ്യും, അതിനെ ഇവാലുവേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ആ ഹസാർഡിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളുമാണ് ഹാസിപ്പിൽ ചെയ്യുക. ഹാസിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹാസിപ്പ് എന്ന് പറയുന്ന ഒരു പ്രിവെന്റീവ് മെഷറാണ്. അതായത് നമ്മളൊരു ഫുഡ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫുഡിന്റെ ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ സ്റ്റെപ്പിലും നോക്കുകയാണ് എവിടെ വെച്ചിട്ടാണ് ഇതിന് ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുള്ളത്. ആ സാധ്യതയെ തടയുക എന്നുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ പോയിന്റ് കണ്ടുപിടിക്കുകയും ആ പോയിന്റിന് ആ ക്രിട്ടിക്കൽ അതിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു ഹാസിപ്പ് എന്ന് പറയുന്നത്. ഹാസിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്താണ്? ഇറ്റ് ഐഡന്റിഫൈസ്,
evaluates and control hazards. Next one. As per the implementation of FFS Rule 2006, FBOR, Food Business Operator, are directed to use certain ingredients in their products as normal products without claiming any health benefits. What do these include? അതായത് 2014 FFS റൂള് പ്രകാരം ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് ചില ഇൻഗ്രീഡിയൻസ് ഫുഡിൽ ആഡ് ചെയ്യാം. പക്ഷേ അത് ആഡ് ചെയ്തത് കൊണ്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പാടില്ല. ഒരു സാധനം ആഡ് ചെയ്യാണ്, എന്നിട്ട് ആഡ് ചെയ്തിട്ട് അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പ്രത്യേകം പോലെ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ അത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് സാൽവിയ ഹിസ്പാനിയാണ്. എന്താണ് സാൽവിയ ഹിസ്പാനിയ? അതായത് ഈ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ എൻസൈംസ് നെയിംലി ആർട്ടിച്ചോക്കെ, കാലെ പൗഡർ, സാൽവെ ഹിസ്പാനിയ, കാഷ്യൂ ഫ്രൂട്ട്, കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട്, എൻസൈംസ് പെറ്റിനേസ് അല്ലെങ്കിൽ സലൈനേസ് are directed to use in products as normal ingredients. കണ്ടോ എന്താ പറയുന്നത്? ആസ് നോർമൽ ഇൻഗ്രീഡിയൻസ് വിതൗട്ട് ക്ലെയിമിങ് എനി ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ എന്ത് ചെയ്യാം? ഇങ്ങനത്തെ എൻസൈംസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്തിൽ ആഡ് ചെയ്യാം? നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യാം. പക്ഷേ അത് ആഡ് ചെയ്തത് കൊണ്ട് അതിന് ഇന്ന ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാൻ പാടില്ല. അത്രേ പറയുന്നുള്ളൂ. അപ്പൊ FFS റൂള് 2016 പ്രകാരം വന്നതാണ്. അപ്പൊ ഇതിലെ ആൻസർ ഏതാണ്? സാൽവിയ ഹിസ്പാനിക്ക. ഇത് കൂടാതെ അതിന്റെ കൂടെ വന്നതാണ് ആർട്ടിച്ചോക്കെ, കാലെ പൗഡർ, കാഷ്യൂ ഫ്രൂട്ട്, കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട്, എൻസൈംസ്. ഇത്രയും സാധനങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്യാം, പക്ഷെ ഇൻഗ്രീഡിയൻസിന്റെ പോലെ ആഡ് ചെയ്യാം. പക്ഷെ ഇതിനൊന്നും എന്തുണ്ടെന്ന് പറയരുത്? ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു ക്ലെയിം നമ്മുടെ ലേബലിൽ, ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ലേബലിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, നോ court shall take cognizance of an offence under FSS Act after the expiry of the period dash from the date of commission of an offence. എന്താ പറയുന്നത്? നോ കോർട്ട്, ഒരു കോടതിയും, ഷാൾ ടേക്ക് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് അണ്ടർ FSSA Act after the expiry of period of dash from the date of commission of an offence. ഒരു കുറ്റം ചെയ്യുകയും ആ കുറ്റം ചെയ്തത് ഒരു കാലയളവ് കഴിഞ്ഞതിന് ശേഷം എന്ത് എടുക്കൂല? ഇതൊരു കോഗ്നിസൻസ് എടുക്കൂല എന്ന് പറയുന്നത്. ആ കാലയളവ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് 1 year ആണ്. ഒരു വർഷത്തിന് ശേഷം എന്ത് ചെയ്യൂല? ഇത് എടുക്കൂല. ഒഫൻസ് ചെയ്ത് ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ കോടതി എന്തെടുക്കൂല? അത് കോഗ്നിസൻസ് എടുക്കൂല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ആയി. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സോ എല്ലാ ക്ലാസ്സും കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.